ഹായ് എവ്രി വൺ, എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. നമുക്കറിയാം മെയിൻലി 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണുള്ളത് അല്ലേ. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇതിലെ 3 ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആൻഡ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമുക്കറിയാം സാലറി എന്ന് പറഞ്ഞ ഹെഡിൽ നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ, അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേഷനാണ്. ഹൗസ് പ്രോപ്പർട്ടി ആകുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ്. അതുപോലെ PGBPയിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ്. ക്യാപിറ്റൽ ഗെയിൻ എന്ന ഈ ഹെഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസ്ഫറിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതിൻ്റെ ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമുക്ക് നോക്കാം. ഈ ഹെഡിൻ്റെ ചാർജബിലിറ്റി സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 45(1) ആണ്. ഇത് പ്രകാരം ക്യാപിറ്റൽ ഗെയിൻ മീൻസ് എനി പ്രോഫിറ്റ് ഓർ ഗെയിൻസ് അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് capital gains in the previous year in which the transfer has taken place. അതായത് ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമ്മൾ പറയുക. ഈ ട്രാൻസ്ഫർ നടക്കുന്നത് ഡെഫിനറ്റ്ലി പ്രീവിയസ് ഇയറിൽ ആയിരിക്കണം. നമുക്കറിയാം പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എന്താണ്, ഇൻകം ഏൺ ചെയ്യുന്ന ആ ഒരു ഇയറാണ്. ടാക്സ് കൊടുക്കുന്ന ഇയറാണ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ നടന്നിരിക്കണം. ആ ട്രാൻസ്ഫറിൽ നിന്ന് ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ടാക്സാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഈ ഹെഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ക്യാപിറ്റൽ ഗെയിനിൻ്റെ ടാക്സബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം. ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ അസറ്റ് മെയിൻലി 2 തരത്തിലാണുള്ളത്. ഒന്ന് ലോങ് ടൈം അസറ്റും 2 ഷോർട്ട് ടൈം അസറ്റും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ മസ്റ്റ് ബി എ ട്രാൻസ്ഫർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടായിരിക്കണം, ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, ഈ ട്രാൻസ്ഫറിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ, ഒരു ഇൻകം ജനറേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ മെയിൻലി 4 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം, രണ്ടാമത് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കണം, മൂന്നാമത് ഈ ട്രാൻസ്ഫർ പ്രീവിയസ് ഇയറിലായിരിക്കണം, ഈ ട്രാൻസ്ഫറിൽ നിന്ന് ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടായിരിക്കണം. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണം, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ഗെയിനാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് വെദർ ഓർ നോട്ട് കണക്റ്റഡ് വിത്ത് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദ അസസി. അതായത് ഒരു ബിസിനസ്സോ പ്രൊഫഷനുമായി കണക്റ്റ് ചെയ്യണമെന്ന് ഇല്ല ഒരു ക്യാപിറ്റൽ അസറ്റ് ആവാനായിട്ട്. ക്യാപിറ്റൽ അസറ്റ് മേ ബി എനി മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി, ഫിക്സ്ഡ് ഓർ ഫ്ലോട്ടിംഗ് ലൈക്ക് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാൻ, മെഷീനറി, ഫർണിച്ചർ എക്സെട്ര. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു അസറ്റും അത് എന്തായിരിക്കാം, ഷോർട്ട് ടൈം ആവാം, ലോങ് ടൈം ആവാം. അതുപോലെ തന്നെ നമുക്ക് ടാഞ്ചിബിളോ ഇൻടാഞ്ചിബിളോ മൂവബിളോ ഇമ്മൂവബിളോ അതുപോലെയുള്ള ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹെഡിൽ പെടാം. ഇപ്പോൾ സെക്ഷൻ 214 ക്യാപിറ്റൽ അസറ്റ് ഏതാണെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത, അതിന് എക്സെപ്ഷൻസ് വരുന്ന ചില ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് ഈ ഐറ്റംസ് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത ചില എക്സെപ്ഷൻസ് ഉള്ള ഐറ്റംസാണ് നമ്മളിനി പറയുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓർ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഓർ റോ മെറ്റീരിയൽ. അതായത് നമുക്കറിയാം സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്നൊക്കെ പറയുന്നത് റോ മെറ്റീരിയലാണ്. നമുക്കൊരു ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആ റോ മെറ്റീരിയൽസാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇതൊരു സ്റ്റോക്കിൻ്റെ ഫോമിലായിരിക്കും ഇരിക്കുക അല്ലേ. അതിനെ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ നടക്കുന്നതിന് മുൻപ് വരെയുള്ള സ്റ്റോക്ക് ഫോർമാറ്റിലുള്ള എല്ലാ അസറ്റുകളും എന്തായിരിക്കും,
ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ ട്രാൻസ്ഫർ ഇൻ ഓർഡർ ടു ബി എ ക്യാപിറ്റൽ അസറ്റ്. ഈ ഒരു അസറ്റ് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കില്ല. എന്നാൽ ചില ഐറ്റംസ് പേഴ്സണൽ യൂസിന് യൂസ് ചെയ്താലും അതെന്തായിട്ടാണ് കണക്കാക്കുക? ക്യാപിറ്റൽ അസറ്റായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ അതിൽ വരുന്ന ചില ഐറ്റംസാണ് ജ്വല്ലറി. നമ്മൾ പേഴ്സണൽ യൂസ് തന്നെയായിരിക്കും, ബട്ട് ജ്വല്ലറി എന്ന് പറയുമ്പോൾ അതൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുക, അതിൽ നിന്നൊരു ഇൻകം കിട്ടുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ കളക്ഷൻസ് നമുക്ക് പ്രഷ്യസ് വാല്യൂ ഉള്ളതാണ്. അങ്ങനെ ആർട്ട് ഫോമിലുള്ള ഐറ്റംസ്, പെയിൻറ്റിങ്സ്, എന്തെങ്കിലും സ്കൾപ്ചേഴ്സ്, ഇതെല്ലാം തന്നെ എന്താണ്? പ്രഷ്യസ് വാല്യൂ ഉള്ള ഐറ്റംസ് ആണ്. ഈവൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ എഫക്ട്സ്, അതിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ നോട്ട് സിറ്റുവേറ്റഡ് അർബൻ ഏരിയ, ദാറ്റ് ഈസ് റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ്, അതായത് ഗ്രാമപ്രദേശത്തുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് ഒരിക്കലും ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കില്ല. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് വാല്യൂ കൂടുതലുള്ള ലാൻഡ്, ബിൽഡിങ്, ഷെയർസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് അത് എവിടെയാണ്? റൂറൽ അല്ലാത്ത ഏരിയ, ടൗൺ ഏരിയയിലാണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പ്രഷ്യസ് സ്റ്റോൺസ് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിന് വാല്യൂ കൂടുതലാണ്. അങ്ങനെ വാല്യൂ കൂടുതലുള്ള ഐറ്റംസാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക? ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കുക. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത മറ്റൊരു ഐറ്റമാണ് ബോണ്ട്. ബോണ്ട് എന്ന് പറയുന്നത് അറിയാം, യൂഷ്വലി ബോണ്ട് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് സാധാരണ ബാക്കി അസറ്റ്സുകൾ നമ്മൾ ഷെയർസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് റിട്ടേൺ കുറവാണ്, റിസ്ക്കും കുറവാണ്. അപ്പോൾ നമുക്കറിയാം ഇതും വാല്യൂ കുറഞ്ഞിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ അസറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ആണ് 6.5% ഗോൾഡ് ലോൺസ്, 7% ഗോൾഡ് ബോണ്ട്സ്, നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട്സ് എക്സെട്ര. അപ്പോൾ ഇതിനെല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബോണ്ടുകൾക്ക് അത് എന്തായിട്ട് കണക്കാക്കില്ല? ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കില്ല. പിന്നെ വരുന്നതാണ് സ്പെഷ്യൽ ബെയറർ ബോണ്ട്സ്, അതുപോലെ തന്നെ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്സ് ഇഷ്യൂഡ് അണ്ടർ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം ഓഫ് 1999. അപ്പോൾ ഇതെല്ലാം തന്നെ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കുന്നതല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ക്യാപിറ്റൽ അസറ്റ് മീൻസ് എനി പ്രോപ്പർട്ടി ദാറ്റ് ഹാവ് എ പ്രഷ്യസ് വാല്യൂ, അങ്ങനെ നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അസറ്റിൽ വരുന്നതാണ് ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, അങ്ങനെയുള്ള മൂവബിൾ അസറ്റ് ആവാം, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ആവാം. ഇത് കൂടാതെ ഷെയർസ്, ബോണ്ട്സ്, പിന്നെന്താണ് പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ്, ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? ക്യാപിറ്റൽ അസറ്റിൽ വരുന്ന ഐറ്റംസാണ്. ഈ ക്യാപിറ്റൽ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻകം, പ്രോഫിറ്റോ ഗെയിനോ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. അതാണ് ഈ ഒരു ഹെഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ക്യാപിറ്റൽ ഗെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് 2 ടൈപ്സ് ഓഫ് അസറ്റ്സിനും 2 രീതിയിലാണ്. മെയിൻലി ക്യാപിറ്റൽ അസറ്റുകളെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതെന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്സ്, അതുപോലെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പീരീഡ്സുകളായിട്ടാണ് മെയിൻലി നമ്മൾ ഓരോ അസറ്റിനും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതുപോലെ 12 months, 24 months, 36 months അങ്ങനെയുള്ള ടൈം പീരീഡുകളാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെക്യൂരിറ്റീസും ഈ 12 months, 24 months, 36 months ഇതിന് താഴെ ഉള്ളൊരു ടൈം പീരീഡിൽ യൂസ് ചെയ്യുക. ദെൻ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. ലിസ്റ്റഡ് ഷെയർസ്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള, രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസാണ് ലിസ്റ്റഡ് ഷെയർസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ്, ഇതെല്ലാം ആണെങ്കിൽ 12 months ആണ് അതിൻ്റെ ആ ഒരു ഡിറ്റർമൈനിങ് പീരീഡ്. 12 monthsന് താഴെ ഉള്ള ഒരു പീരീഡിൽ അവർ യൂസ് ചെയ്യുക, ദെൻ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. ഇനി അൺലിസ്റ്റഡ് ഷെയർസ് ഓർ ഹൗസ് പ്രോപ്പർട്ടി അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ 24 months അതിന് താഴെയോ യൂസ് ചെയ്യുക, ദെൻ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റാണ്. ഇനി മറ്റുള്ള ക്യാപിറ്റൽ അസറ്റുകളെല്ലാം
36 മന്ത്സോ അതിന് താഴെയോ യൂസ് ചെയ്യുക എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റാണ്. ചുരുക്കത്തിൽ 12 മന്ത്സോ 24 മന്ത്സോ 36 മന്ത്സോ അതിന് താഴെ ഉള്ള ഒരു പീരീഡിൽ ലെസ് ദാൻ 12 മന്ത്സ് 24 മന്ത്സ് ഓർ 36 മന്ത്സ് യൂസബിൾ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി, ദെൻ വെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ഇറ്റ് ഈസ് കോൾഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ക്ലാസിഫിക്കേഷൻ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത എല്ലാ സെക്യൂരിറ്റീസും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. അതായത് എന്താണ്, ഇപ്പോൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസോ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്സോ ആണെങ്കിൽ 12 മന്ത്സിന് മേലെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അൺലിസ്റ്റഡ് ഷെയർസ് അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ 24 മന്ത്സിന് മേലെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അതർ ക്യാപിറ്റൽ അസറ്റ്സ് ആണെങ്കിൽ 36 മന്ത്സിന് മേലെ യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിൻ്റെയും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിൻ്റെയും ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനും സെപ്പറേറ്റ് ഒരു കാൽക്കുലേഷൻ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് നോക്കാം. അതിന് മുൻപ് ട്രാൻസ്ഫർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം പ്രോഫിറ്റ് ഓർ ഗെയിൻ ജനറേറ്റ് ചെയ്യുകയാണെങ്കിലാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുക, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. അപ്പോൾ ആദ്യം എന്താണ് ട്രാൻസ്ഫർ എന്ന് നോക്കാം. ട്രാൻസ്ഫർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 247. ഓക്കെ, വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ട്രാൻസ്ഫർ എന്നുള്ളത് ഈ ഒരു സെക്ഷനിലാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫറിൽ വരുന്നതാണ് ഒന്ന് സെയിൽ. നമുക്കറിയാം വെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺസ് ടു അനദർ, ദാറ്റ് ഈസ് കോൾഡ് സെയിൽ അല്ലേ. സെയിൽ ഒരു ട്രാൻസ്ഫറാണ്. അടുത്തത് വരുന്നത് എക്സ്ചേഞ്ച് ആണ്. അതായത് എന്തെങ്കിലും ഒരു സാധനമോ സേവനമോ ഒന്ന് കൊടുത്തിട്ട് അതിന് പകരം മറ്റൊന്ന് തിരിച്ചു മേടിക്കുക, അങ്ങനെയുള്ള വരുന്നത് എക്സ്ചേഞ്ച് ആണ്. ട്രാൻസ്ഫറിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് റെലിക്വിഷ്മെൻറ്റ് എന്ന് പറയും. അതായത് ഉപേക്ഷിക്കുക, അബാൻഡൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മീനിങ്. അതായത് പല അസറ്റുകൾ ഇപ്പോൾ നമുക്കറിയാം ഈ റിസഷൻ്റെയൊക്കെ ടൈമിൽ പലവരും എന്ത് ചെയ്യുന്നുണ്ട്, അസറ്റുകളൊക്കെ ഉപേക്ഷിക്കുക. അപ്പോൾ അങ്ങനെയുള്ളതുകൾ ഇപ്പോൾ കാറുകളൊക്കെ ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാണ്ട് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് പോവുക, അതിനെയൊക്കെയാണ് റെലിക്വിഷ്മെൻറ്റ് എന്ന് പറയുക. അതിനെ ഒരു ട്രാൻസ്ഫർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. പിന്നെ വരുന്നതാണ് എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എനി റൈറ്റ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് എനി റൈറ്റ് ഓർ കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. അതായത് രണ്ട് പേര് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ ഉണ്ടായിരിക്കാം, അത് ക്യാൻസൽ ചെയ്യുക. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയൊക്കെ യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്, ആ റൈറ്റ് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന ഒരു സംഭവമാണ് എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. അടുത്തതായി വരുന്ന ട്രാൻസ്ഫറിൽ ഉൾപ്പെടുത്തുന്ന രണ്ട് ടേമാണ് റെലിക്വിഷ്മെൻറ്റും എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റും. റെലിക്വിഷ്മെൻറ്റ് മീൻസ് ഉപേക്ഷിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് പലതരത്തിലുള്ള അസറ്റുകൾ, കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫർണിച്ചറൊക്കെ നമ്മൾ ഉപേക്ഷിക്കുക. അപ്പോൾ അത് റെലിക്വിഷ്മെൻറ്റിലാണ് വരുന്നത്. അത്തരത്തിലുള്ള ട്രാൻസ്ഫർ നമ്മൾ ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ ആയിട്ടാണ് കണക്കാക്കുക. പിന്നെ വരുന്നത് എക്സ്റ്റിങ്ക്വിഷ്മെൻ്റ് ആണ്. അതായത് രണ്ട് പാർട്ടീസ് തമ്മിൽ പലതരത്തിലുള്ള എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവും. ആ എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതൊരു ട്രാൻസ്ഫർ ആയിട്ടാണ് കണക്കാക്കുക. കൂടാതെ എന്തെങ്കിലും റൈറ്റ്, ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആദ്യം ഉണ്ടായിരുന്നു, ദെൻ അത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതും ട്രാൻസ്ഫറിലാണ് ഉൾപ്പെടുത്തുക. പിന്നെ വരുന്നതാണ് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. അതായത് ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും, അതിന് നമ്മൾ ഒരു റോ മെറ്റീരിയൽ ഫോമിലേക്ക്, അതായത് യൂസ് ചെയ്യാതെ സ്റ്റോക്കാക്കി മാറ്റുകയാണെങ്കിൽ അതും ട്രാൻസ്ഫറാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഹെഡിൽ വരുന്നത്. അതായത് എക്സ്ചേഞ്ച് ആവാം, സെയിലാവാം, എന്തെങ്കിലും റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാവാം, ക്യാപിറ്റൽ അസറ്റ് റെലിക്വിഷ്മെൻ്റ് ആവാം, എക്സ്റ്റിങ്ക്വിഷ്മെൻ്റ് ആവാം, ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ആൻഡ് ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെല്ലാം തന്നെ ട്രാൻസ്ഫറാണ്. ഇനി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഹെഡിൽ ഉൾപ്പെടുത്താത്ത ചില ഐറ്റംസാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡർ ഓൺ ഇറ്റ്സ് ലിക്വിഡേഷൻ. അതായത് ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുക, വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്, ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അസറ്റ്സുകൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതൊരു ട്രാൻസ്ഫർ അല്ല.
അതുപോലെ തന്നെ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതൊരു ഫോം ഓഫ് ബിസിനസ്സാണ് അല്ലേ. അപ്പോൾ അവർ എന്ത് ചെയ്യുക, അതിൻ്റെ മെമ്പേഴ്സിന് ക്യാപിറ്റൽ അസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു ട്രാൻസ്ഫർ അല്ല. അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ ബൈ എ ട്രസ്റ്റ്, ഒരു ട്രസ്റ്റ് ഒരു ഗിഫ്റ്റിൻ്റെ ഫോമിൽ ആർക്കെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു ട്രാൻസ്ഫർ അല്ല. പിന്നെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫേർഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് ഹോളി ഓൺഡ് ഇന്ത്യൻ സബ്സിഡിയറി കമ്പനി, അതായത് മറ്റൊരു ഹോളി ഓൺഡ് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബ്രാഞ്ച് എന്ന് പറയാം നമുക്ക് സബ്സിഡിയറി കമ്പനി. അപ്പോൾ ഒരു ഹോളി ഓൺഡ് കമ്പനി ഫുള്ളി ആയിട്ടുള്ളൊരു കമ്പനി, പാരൻറ്റ് കമ്പനി അതിൻ്റെ സബ്സിഡിയറി കമ്പനിക്ക് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതൊരു ട്രാൻസ്ഫർ അല്ല. ഇന്ത്യയിലുള്ള ഒരു സബ്സിഡിയറി കമ്പനിക്കായിരിക്കും ഈ കേസിൽ ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഒരു സബ്സിഡിയറി കമ്പനി മറ്റൊരു ഹോൾഡിംഗ് കമ്പനിക്ക്, അതിൻ്റെ പാരൻറ്റ് കമ്പനിക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും അതും ട്രാൻസ്ഫർ അല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഹോളി ഓൺഡ് കമ്പനി സബ്സിഡിയറിക്കോ, സബ്സിഡിയറി കമ്പനി ഹോളി ഓൺഡ് കമ്പനിക്കോ ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അതെന്തല്ല, ട്രാൻസ്ഫർ അല്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റിൻ്റെ ഭാഗമല്ലാത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്നും ട്രാൻസ്ഫർ എന്താണ്, ക്യാപിറ്റൽ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനായ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ഒക്കെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ നോട്ടിൽ എഴുതി വയ്ക്കുക. ഓക്കെ.